ഇന്നത്തെ റെസിപ്പി ചട്ടിപ്പത്തിരിയാണ്. വളരെ ഈസി ആയിട്ട് ചട്ടിപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. സാധാരണ ചട്ടിപ്പത്തിരിക്ക് മാവ് കുഴച്ച് അത് ചെറിയ ഉരുളകളാക്കി പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാനിവിടെ നിന്ന് മൈദ കൊണ്ട് ബാറ്റർ തയ്യാറാക്കിയിട്ട് അത് ചുട്ടെടുത്തിട്ടുള്ള രീതിയാണ് കാണിക്കുന്നത്. ഞാനിന്ന് ചിക്കൻ കൊണ്ടുള്ള 2 ചട്ടിപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 4 സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചട്ടിപ്പത്തിരിക്കുള്ള മെഷർമെൻറ്റാണ് പറയുന്നത്. അപ്പോൾ ഒന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 സവാള മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി വെന്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തെടുക്കാം. ചിക്കന് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചപ്പും 1 സ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട എഗ് ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ 2 മുട്ടയും 1/2 കപ്പ് പാലും മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. എഗ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതോടെ മാറ്റി വെക്കാം. ചട്ടിപ്പത്തിരിക്ക് വേണ്ട പത്തിരി തയ്യാറാക്കാൻ വേണ്ട ബാറ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പൊടി കുഴച്ചുണ്ടാക്കല്ല, അത് പാലും വെള്ളമൊക്കെ ചേർത്തിട്ട് ബാറ്ററാക്കി എടുത്തിട്ട് ചുട്ടെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 3 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചട്ടിപ്പത്തിരി ആണെങ്കിൽ 1.5 കപ്പ് മൈദ മതി. 1 കപ്പ് പാല്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലുള്ള ലൂസായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബാറ്റർ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അധികം തിക്കാവാതെ എന്നാൽ അധികം ലൂസാവാത്ത രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കുഴച്ചെടുക്കുന്നതിന് പകരം നമ്മളിതിങ്ങനെ ചട്ടിയിൽ ഇതിന് ബാറ്റർ തയ്യാറാക്കി ചുട്ടെടുത്താൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നി. ഇതുപോലെ എല്ലാവരും ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ചുട്ടെടുത്തപ്പോൾ ഒരു 15ഓളം ഷീറ്റ് എനിക്ക് ചുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കണം. ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലായിരിക്കണം ദോശ ചുട്ടെടുക്കേണ്ടത്. ഇനി 1 സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുക. ചട്ടിയുടെ എല്ലാ ഭാഗത്തും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലാണ് നമ്മുടെ ചട്ടി വെച്ചെടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അടി പിടിക്കില്ല. തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ ബാറ്ററിൽ ദോശ ഓരോന്ന് മുക്കിയെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. മുട്ട ബാറ്ററിൽ മുക്കിയ ദോശ ഇതിലേക്ക് വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഫില്ലിങ്സ് ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ ദോശയും എഗ് ബാറ്ററിൽ മുക്കിയിട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഓരോ ലെയറാക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 7 ലെയറായിട്ടാണ് ഒരു ചട്ടിപ്പത്തിരി ചെയ്തിട്ടുള്ളത്.
ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ചട്ടിപ്പത്തിരി 7 ലെയറായിട്ടാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ എഗ് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൻ്റെ വശങ്ങളിലേക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ വെള്ള കസ്കസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈക്കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിപ്പത്തിരിയുടെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ പാനിൽ ഒന്ന് നെയ്യ് തടവിയിട്ട് ഇതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഉപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുട്ടൻ്റെ ബാറ്ററൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇതായി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലായിട്ട് മുട്ട ചേർത്തിട്ടില്ല. ഒരു ചട്ടിപ്പത്തിരിക്ക് 2 മുട്ട എന്ന രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി പാലാണ് ചേർത്തിട്ടുള്ളത്. കൂടുതൽ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരിക. നമ്മുടെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഈ റമദാനിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് ബൈ.